കെ.പി. നമ്മൾ ഈ അപകടത്തിന്റെ കാര്യത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മൾ ഇന്നലെയും ഒരുപാട് തവണ അത് ചർച്ച ചെയ്തതുമാണ്. എങ്ങനെ കുവൈറ്റ് ദേശീയ മാധ്യമങ്ങളടക്കം ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അപകടം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ കുവൈറ്റ് ചരിത്രത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തവും ഇത്രയും അധികം ആളുകൾ മരിക്കുന്നതും അപകടം നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കുവൈറ്റ് ഇതിന്റെ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇതിൽ നടത്തുന്നത്? അത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കുവൈറ്റിൽ നിന്നുള്ള വാർത്തകളും വിശദാംശങ്ങളും പുറത്തുവിടുമ്പോൾ അതിൻ്റെ ആധികാരികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ രാജ്യത്ത് നമുക്കറിയാം, കുവൈറ്റ് വളരെ ചെറിയൊരു രാജ്യമാണ്. 40 ലക്ഷത്തോളം വരുന്ന ഒരു ജനത മാത്രമാണ് അവിടെയുള്ളത്. കേരളവുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ കേരളത്തിലെ ഒരു വലിയ ടൗണിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഈ വാർത്തകൾ ഉൾപ്പെടെ പുറത്തുവിടുമ്പോൾ മലയാളികൾ ആയിട്ടുള്ളവർക്ക് പോലും ചില പരിമിതികളുണ്ട്. കാരണം അവിടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങളോ സൂചനകളോ ഒക്കെ പങ്കുവയ്ക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. എങ്കിലും കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ ഈ ലേബർ ക്യാമ്പ് എന്നത് 6 നിലയുള്ള കെട്ടിടമാണ്. പൊതുവെ കുവൈറ്റിലെ മറ്റു പല ലേബർ ക്യാമ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച നിലവാരം പുലർത്തുന്ന ഇടം തന്നെയാണ് എന്നാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപകടമുണ്ടായ നിമിഷം തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി സ്ഥലത്തെത്തുകയും സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയുള്ള പ്രതികരണമാണ്. ഈ ലേബർ ക്യാമ്പ് നടത്തുന്ന ഈ കെട്ടിട ഉടമയുടെ അത്യാർത്തിയാണോ ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുമാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പേർ റിമാൻഡിലാണ് എന്നാണ് വിവരം. അതിൽ ഒരാൾ എന്നത് ഈ കെട്ടിട ഉടമ തന്നെയാണ്. ഈ ലേബർ ക്യാമ്പ് നടത്തിയിരുന്ന കെട്ടിടത്തിന്റെ ഉടമയാണ്. മറ്റൊരാൾ എന്നത് ഈ അപകടത്തിന് കാരണമായി എന്ന് കരുതുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെയാണ് ഈ സ്ഥാപനത്തിൽ ഏത് സ്ഥാപനത്തിൽപ്പെട്ടവരാണോ ഇവിടെ താമസിച്ചിരുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉടമയെയും അറസ്റ്റ് ചെയ്യണം, അയാൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന പ്രതികരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. അതായത് ഇപ്പോൾ മരണപ്പെട്ട ആളുകൾ ജോലി ചെയ്തിരുന്നത് മലയാളിയായ KG എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് നമുക്കറിയാം. ഈ സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ ആണ് ഈ ലേബർ ക്യാമ്പിൽ വേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇന്നലെ ഈ ന്യൂസ് 18നോട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ കൃത്യമായ കരാറുകളും കോൺട്രാക്റ്റുകളും തന്നെയായിരുന്നു. ലേബർ ക്യാമ്പിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണോ ഒരുക്കി നൽകേണ്ടത് അത്തരം സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകണമെന്ന് കമ്പനി നിർദ്ദേശിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അശ്വതി, ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 24 ക്യാമ്പുകൾ, അതായത് ഈ 6 നിലയുള്ള കെട്ടിടത്തിൽ തന്നെ 24 ഷെൽട്ടറുകൾ അല്ലെങ്കിൽ 24 റൂമുകളോ അല്ലെങ്കിൽ താമസ സൗകര്യമോ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഈ സെപ്പറേഷൻ വാളുകൾ നിർമ്മിച്ചത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുവൈറ്റിലെ നിയമങ്ങൾ അനുസരിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നിർമ്മാണ സാമഗ്രികൾക്ക് കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതുപ്രകാരമാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ പാർട്ടീഷൻ ചെയ്തിരുന്നത് എന്ത് ഉപയോഗിച്ചാണ് എന്നത് അറിയില്ല. കാരണം ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്ന് തന്നെയാണ്. അത് താഴത്തെ നിലയിൽ ആണ്. അവിടെ നിന്നാണ് തീ പടർന്നു പിടിച്ചത് എന്നതാണ്. അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചതായിട്ട് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ അപകടത്തിൻ്റെ കാരണം എന്ന സൂചനയുണ്ട്. അല്ല എങ്കിൽ അവിടെ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പാചകം ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവാണോ ഈ അപകടത്തിലേക്ക് പോയത് എന്നതിലും സംശയമുണ്ട്. ഒന്നുകിൽ ഗ്യാസ് കത്തി അത് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടം, പിന്നീട് തീ പടർന്നു എന്നതിനപ്പുറത്ത് അശ്വതി ഈ വിഷപ്പുക ശ്വസിച്ചാണ് അധികം ആളുകളും മരണപ്പെട്ടത്. അതായത് കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 പേർ മാത്രമാണ് ഈ അപകടത്തിൽ വെന്തു മരിച്ചത് എന്നുള്ളതാണ്. അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം ഇത് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ക്യാമ്പിൽ ഏതാണ്ട് 170ഓളം പേരാണ്, മറ്റുള്ളവർ ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ ഈ പുലർച്ചെ വിഷപ്പുക ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അബോധാവസ്ഥ, അത് പൂർണ്ണമായ അബോധാവസ്ഥയല്ല, ഒരു അപൂർണമായ അല്ലെങ്കിൽ അർദ്ധ അബോധാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യമായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയത് എന്നതുകൂടിയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ശരി, വ്യക്തമാണ്. KP അഭിലാഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുവൈറ്റിൽ നിന്നുള്ള